സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്തിനാന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പങ്കെടുത്തൊരു വേദിയിൽ നമ്മുടെ വേടനും പങ്കെടുത്തിരുന്നു. അത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതിനെപ്പറ്റി സംസാരിക്കാനുമായിട്ടുണ്ടായിരുന്ന ഒരു പൊതുവേദിയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ വേടൻ മുൻനിരയിലുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീ പിണറായി വിജയൻ വരുന്ന സമയത്ത് വേടനെ കണ്ട് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. വേടൻ അടുത്തേക്ക് ചെന്ന് കൈ കൊടുക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് MP രാജേഷ് എന്ന് പറയുന്നവൻ ആ കൈ തട്ടി മാറ്റുന്നുണ്ട്. എന്തിനാണ് ഇവർ ഈ പരിപാടി ചെയ്തത് എന്തായാലും അറിയില്ല. ഇവനാണോ ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ PA എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അവൻ അടുത്തേക്ക് വേടൻ ചെല്ലുന്ന സമയത്ത് വേടന്റെ കൈ തട്ടി മാറ്റുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഈ സൈഡിൽ അത് പ്ലേ ചെയ്യാം, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. അത് എന്തിനാണ് ചെയ്തതെന്നുള്ളതിന്റെ കാര്യങ്ങളൊന്നും പിന്നീട് കാണുന്നില്ല. മാധ്യമങ്ങളൊക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്തതല്ലാതെ പിന്നീട് ഷോർട്സ് ഒക്കെ ഇടുന്ന സമയത്ത് ആ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇടുന്നത്. വേടന് കൈ കൊടുത്ത് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേടന് കൈ കൊടുക്കുന്നൊന്നും അതിനകത്ത് കാണാനില്ല. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം വേടന് കൈ കൊടുത്തിട്ടില്ല എന്നുള്ളത്. വേടൻ അടുത്തേക്ക് ചെല്ലുന്നു, ആ കൈ MP രാജേഷ് തട്ടി മാറ്റുന്നു. അവിടെയും നമുക്ക് കാണാം ഇവന്മാരുടെ മനസ്സിലെന്താ, ഇനി ജാതി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും പറയാൻ വരണ്ട. അവിടെയും ഈ പറയുന്ന പിണറായി വിജയനെ തൊടാനായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ ഒരു അവകാശം അവനില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കൈ തട്ടി മാറ്റിയത്. എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു പൊതുവേദിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ ആ മുഖ്യമന്ത്രി ആലിംഗനം ചെയ്യാനോ അല്ല മുഖ്യമന്ത്രിക്ക് ഹസ്തദാനം കൊടുക്കാനോ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അവകാശം മാത്രമല്ല, അത് കൊടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ തട്ടി മാറ്റുക എന്ന് പറയുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. MP രാജേഷ് ആരാണ്? ബ്ലാക്ക് ക്യാറ്റ് ഒന്നും അല്ലല്ലോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം നമ്മുടെ വേടന്റെ പരിപാടി ഉണ്ടായിരുന്നു സ്റ്റേജിൽ. വേടന്റെ പരിപാടി പാലക്കാട് നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് വന്ന സമയത്ത് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായി. ആ പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ, വേടന്റെ പരിപാടി കാണാൻ എത്തിയത് 10,000-കണക്കിന് ആളുകളായിരുന്നു. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും വേടന്റെ ഒരു പരിപാടി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ വരുന്നത് 1000-2000 ആളുകളല്ല, 10,000 അല്ല, അതിന് മുകളിൽ നമുക്ക് എണ്ണാൻ പോലും സാധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റാത്ത ജനസാഗരം അവിടെ വന്ന് നിറയും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലീസുകാരും അതേപോലെ തന്നെ അതിന്റെ സംഘാടകരും വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്താത്തതിന്റെ പേരിൽ അവിടെ അടിയും പ്രശ്നങ്ങളും ഒക്കെ ആയി അതിങ്ങനെ പരിപാടി പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കുകയുണ്ടായത്. ഇത് ശരിക്കും പറഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒതുക്കി തീർക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവൃത്തിയല്ലേ. എന്താ വെച്ചാൽ, വേടനെ കഞ്ചാവ് കേസിൽ കൊടുക്കാൻ നോക്കി, പറ്റിയില്ല. വേടനെ പുലിപ്പല്ലിൽ കൊടുക്കാൻ നോക്കി, പറ്റിയില്ല. ആയുധങ്ങളുടെ കേസിൽ കൊടുക്കാൻ നോക്കി, പറ്റിയില്ല. മുൻപ് മീറ്റു കേസിൽ കൊടുക്കാൻ നോക്കി, അന്നും പറ്റിയില്ല. അപ്പം എങ്ങനെ കൊടുക്കാം? വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയാണ് ഞങ്ങൾ. വേടനെ ഞങ്ങൾ സംരക്ഷിക്കും, വേടനെ കൂടെ നിർത്തും, വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന ഈ സർക്കാർ തന്നെ ആ ഒരു പരിപാടി നടക്കുക, അല്ലെ ഈ ഒരു സർക്കാരിൻ്റെ പോലീസ് തന്നെ ആ പരിപാടി നടക്കുന്നിടത്ത് അവിടെ കാണാമെന്ന ആളുകളെ അടിക്കുകയാണ്. എന്തിനാണ് അടിക്കുന്നത്? ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതൽ ആളുകൾ വന്ന സമയത്ത് അവരെ അടിച്ചോടിക്കുകയാണ്. അങ്ങനെ അവിടെ പ്രശ്നങ്ങളുണ്ടായി. ഈ പരിപാടികൾ തകർക്കാൻ വേണ്ടി വരുന്ന കുറച്ച് ശക്തി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ കുറേയൊക്കെ അടിയുണ്ടായി. അതിന് പോലീസുകാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഈ അടിയും പ്രശ്നവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുന്നതാണ്. അത് എന്തുകൊണ്ടുണ്ടാവുന്നു? അതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വേടന്റെ ആദർശങ്ങളും വേടന്റെ ആശയങ്ങളെയും വെള്ളമൊഴിച്ച് കെടുത്താൻ പറ്റുന്ന തീയല്ല എന്നുള്ളത് മനസ്സിലാക്കിയ ആളുകൾ, ഇതിന് പിന്നാലെ പ്രവർത്തിക്കുന്ന ആളുകൾ വേടനെ എങ്ങനെ ഒതുക്കാം? വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പരിപാടിക്ക് വന്നാൽ അവിടെ അടിയുണ്ടാവും, അതുകൊണ്ട് ആ പരിപാടി അവിടെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ളൊരു പരിപാടി. നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ ഗാനമേളകൾ പണ്ട് പതിവായിരുന്നു. ഇപ്പോൾ ഗാനമേളകൾ ഒതുക്കി ഗാനമേളകൾ എന്ന് പറയുന്ന സാധനമേ ഇല്ല. എന്തുകൊണ്ടാണ്? ചിലയിടങ്ങളിൽ നടക്കും, ചിലയിടങ്ങളിൽ നടക്കില്ല. അതിന് അവർക്ക് പറയാനുള്ള പ്രധാന കാരണം ഇതാണ്: ഗാനമേള വെച്ചാൽ പിള്ളേർ തമ്മിൽ അടിയാവും, അത് ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഗാനമേള വേണ്ട. അപ്പോൾ അതിൽ പണി കിട്ടുന്നത് ഗാനമേളകൾ നടത്തുന്ന ആ ആളുകൾക്കാണ്, ഗായകന്മാർക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ സംഘാടകർക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രൂപ്പിൻ്റെ ഓണറിനാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഗാനമേള എന്ന് പറയുന്ന സാധനം സെലക്റ്റീവായിട്ടുള്ള ചില ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്നതായി, അതും പോലീസിൻ്റെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ നിന്നുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു പരിപാടിയായിട്ട് മാറി. അതേപോലെ തന്നെ വേടൻ്റെ പരിപാടിയും മാറും. ടിക്കറ്റ് വെക്കാതെയാണ് വേടൻ്റെ പരിപാടിക്ക് ആൾ കയറുന്നത്. 8,000 അല്ലെങ്കിൽ 10,000 മുകളിൽ ആളുകൾ കയറുന്നു. അത് മനസ്സിലായ പോലീസുകാർ തന്നെയാണ്, അല്ലെങ്കിൽ അത് മനസ്സിലായ സംഘാടകർ തന്നെയാണ് ഈ പാലക്കാട് വേടൻ്റെ ഒരു പരിപാടി വെക്കുകയും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലപ്പുറം ജനങ്ങൾ വരികയും ചെയ്തു. ആ വന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. ഇങ്ങനെ നിരന്തരം പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്കറിയാം, ഇവിടെ ട്രിവാൻഡ്രത്ത് കനകക്കുന്നിൽ പരിപാടി നടന്നപ്പോഴും സെയിം ഇഷ്യൂ. കുറേ പേർ ഓടിൻ്റെ മുകളിൽ കയറി വിവരമില്ലാത്തവന്മാർ കാണിക്കുന്ന ഒരു പരിപാടി കാരണം വേടൻ്റെ പരിപാടി നിർത്തേണ്ടി വന്നു. ഇതേ സംഭവം തന്നെ അവിടെയും ഉണ്ടാവുന്നു. ഇവിടെ ഉണ്ടായത് ചിലപ്പോൾ ഒരുപക്ഷെ വേടൻ്റെ പരിപാടി നിർത്തിക്കാൻ വേണ്ടി ചെയ്തതല്ല, അത് ആരാധകർ ചെയ്തൊരു കാര്യമായിരിക്കും. പക്ഷേ പാലക്കാട് നടന്നത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ടുണ്ടായതാണെന്ന് നമുക്ക് ചിന്തിക്കാം. അവൻ ഉയർന്നു വരുന്നത് സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവന്റെ ഉയർച്ചയിൽ പേടിക്കുന്ന ആരോ അതിന് പിന്നാലെ കളിക്കുന്നുണ്ട്. അത് നമുക്ക് വരും വഴിയെ നമുക്കത് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ പലരും പറയും, അങ്ങനൊന്നും ഇല്ല, വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാട്ടുകൾ കേൾക്കുമ്പോഴുള്ള ഒരു ആഹ്ലാദം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രോമാഞ്ചം കൊണ്ട് പലരും ചെയ്തു പോകുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം കൊണ്ട് ചെയ്തു പോകുന്നതാണെന്ന്. അങ്ങനെയൊന്നും അല്ല. ഇതിന് പിന്നാലെ കളിക്കാൻ ഏതോ ഒരു ശക്തിയുണ്ട്. അത് RSS ആവാം, കമ്മ്യൂണിസ്റ്റ് ആവാം, UDF ആവാം, ആരുമാവാം. നമുക്ക് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങ് ഒതുക്കിക്കളയാമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവിടെ ഈ പരിപാടികൾ നടക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. അതെന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ വേടൻ
ഇതേ പൊതുവേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ശ്രീ പിണറായി വിജയനുള്ള ആ വേദിയിൽ തന്നെ വേടൻ പറയുന്നുണ്ട്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് വേടൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിന് അടിസ്ഥാന സൗകര്യങ്ങളും അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസും എല്ലാം എടുക്കണം എന്നുള്ളതാണ് വേടൻ പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്താണ്? റാപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്. ഒരാളൊരു കവിത എഴുതി പാടുന്ന ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്. അപ്പോൾ ഇത്തരം മ്യൂസിക്കിന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കണമെന്നാണ് വേടൻ പറയുന്നത്. നഞ്ചിയമ്മയൊക്കെ അടുത്തിരിപ്പുണ്ട്. നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമയിലെ ആ പാട്ടുകാരിയായിട്ടുള്ള അമ്മ, ആ അമ്മയും താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു അമ്മയാണ്. പക്ഷെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും നല്ല രീതിയിൽ കത്തിക്കേറി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി തന്നെ നമ്മുടെ പിണറായി വിജയൻ്റെ അടുത്ത് നേർക്ക് നേർന്ന് സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തരണം. പട്ടികജാതി പട്ടികവർഗം എപ്പോഴും മുന്നിലാണ്, ഈ ഒരു സർക്കാരിൻ്റെ പിന്തുണ ഉണ്ട്. പക്ഷേ അവർക്ക് വേണ്ടുന്ന അവരുടെ കലാപരമല്ല കായികപരമായിട്ടുള്ള രംഗത്ത് അവർക്ക് ഇനിയും ഉയർന്നു വരാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ ഇനിയും കിട്ടാനുണ്ട്. അത് നൽകണമെന്നാണ് നമ്മുടെ വേടൻ പറയുന്നത്. ഞാൻ ആ വേടൻ പറയുന്ന വാക്കുകളൊന്ന് പ്ലേ ചെയ്യാം, അതിനുശേഷം നമ്മുടെ വീഡിയോയിലേക്ക് വരാം. സക്സസ്ഫുള്ളായിട്ട് ഒരു നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അത് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുപരി കേരളത്തിൽ കുറച്ചധികമാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അതിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഗവൺമെൻറ് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇപ്പോൾ പ്രധാന കലാമേഖലകളിലും പട്ടികജാതി പട്ടികവർഗക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു അമ്മ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് കേരളത്തിലുള്ള ഒരു സ്വീകാര്യത ഭയങ്കര കുറവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചറുകളും നല്ല ഷോ നടത്താനുള്ള കാര്യങ്ങളും ഇല്ലാത്തത്. പിന്നെ പോലീസ് അതേപോലെയുള്ള നിയമ സംവിധാനങ്ങൾക്കും ഇൻഡിപെൻഡൻറ്റ് സംഗീതത്തിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ ഒരു പ്രശ്നമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ റിക്വസ്റ്റ്. പുതിയ നല്ല ഇൻഫ്രാസ്ട്രക്ചറുകളും നല്ല ഷോ നടത്താനുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉപകാരമായിരിക്കും. വേടൻ പറയുന്നത് കണ്ടില്ലേ? അതായത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ പറ്റി പോലീസുകാർക്കോ അല്ലെങ്കിൽ അതിന്റെ സംഘാടകർക്കോ അറിയാത്തതിന്റെ ഫലമായിട്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്നുള്ളത്. അതിന് അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാവണം. അങ്ങ് ഇതിനു വേണ്ടിയിട്ട് ഇൻവോൾവ് ആയി ഇത് പരിഹരിക്കണമെന്നാണ് വേടൻ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, എവിടെ ഒരു പരിപാടി നടന്നാലും പോലീസുകാരുടെ കണ്ണിൽ അവിടെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളൊരു മുൻവിധിയുണ്ട്. അതങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളതും. പക്ഷേ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പരിപാടി കാണാൻ വരുന്ന പല ആളുകളും പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരല്ല. പക്ഷേ ഇപ്പോഴത്തെ ദിവസങ്ങളിൽ ഈ പ്രശ്നം വന്നതിന് ശേഷം, ഇതിനു മുൻപ് വേടൻ പരിപാടികൾ നടത്തുമ്പോൾ ഒരാൾ പോലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും വന്ന് കാണുന്നു, അടിച്ചു പൊളിച്ചു പോകുന്നു. പക്ഷേ ഈ വിഷയം വന്നതിന് ശേഷം വേടൻ എവിടെ പരിപാടിക്ക് പോകുന്നോ അവിടെ എല്ലാം വേടന് വിഷയങ്ങളാണ്. വേടന് പരിപാടി ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുന്നു. വേടൻ്റെ പരിപാടികൾ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുമ്പോൾ സംഘാടകർ കൊടുക്കുന്ന പൈസ അവർക്ക് നഷ്ടമാണെന്ന് തോന്നുന്നത് കൊണ്ട് അവരൊരു പക്ഷേ വേടനെ വിളിക്കാതെ വരാം. ഈ അക്രമാസക്തരായിട്ടുള്ള ആളുകൾ എന്തും കാണിച്ചു കൂട്ടുമെന്നുള്ളൊരു പേടി കൊണ്ട് സംഘാടകരോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസുകാരോ അല്ലെങ്കിൽ ആ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള പ്രദേശവാസികളോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പരിപാടിക്ക് വിളിക്കാതെയും വരാം. കാരണം മരണം വരെ സംഭവിക്കാവുന്ന ഒരു തിക്കും തിരക്കുമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി വരുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായി കെട്ടിപ്പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. വേടൻ വെറുതെ എന്തെങ്കിലും പറയുന്ന വ്യക്തിയല്ല. ഞാൻ പാണനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണല്ലൊരു ഇതുമില്ല എന്നൊക്കെ പറയുന്ന വേടൻ ആ വരികളിൽ കൂടിയും വേടൻ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾ. അതേപോലെ തന്നെ വേടൻ്റെ ഏത് വരികൾ എടുത്താലും അതെല്ലാം നമ്മളെ മനുഷ്യനുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി കല ഉപയോഗിക്കുന്നത്. അത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻപുള്ള പല വീഡിയോകളിലും. അപ്പോൾ വേടൻ്റെ പരിപാടിക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വേടൻ അവിടെ പറയുന്നുണ്ട്. മക്കളെ, നിങ്ങൾ തന്നെ നിങ്ങളെ സംരക്ഷിച്ചാണ്, നിങ്ങൾക്കെല്ലാം വീട്ടിൽ പോകേണ്ടതല്ലേ. നമുക്കറിയാം, വേടൻ എവിടെ പരിപാടിക്ക് പോയാലും വേടൻ എല്ലാവർക്കും ഒരു സന്ദേശം കൊടുക്കുക. ലഹരിക്കെതിരെ ആയാലും അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണെങ്കിലും വേടൻ അവിടെ സൗഹൃദപരമായിട്ടും സൗമ്യമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും സന്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. അത്തരത്തിൽ വേടൻ പറയുന്ന ഒരു വാക്കുണ്ട്, അതുകൂടെ ഞാനത് പ്ലേ ചെയ്യാം. അവിടുത്തെ ജനസാഗരം കൂടി നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. നിങ്ങളെ സംരക്ഷിക്കാൻ മര്യാദക്ക് വീട്ടിൽ പോവാം, ഇല്ലെങ്കിൽ പരിക്കുകളോട് വീട്ടിൽ പോയിട്ടുള്ള അമ്മയെ പരിധി മാത്രം നഷ്ടമുള്ളതാണോ കേട്ടോ. നിങ്ങൾക്കാണ് അപകടം. വളരെ കുറവ് സുരക്ഷാ സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മക്കളെ, നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചോളെ. മനസ്സിലായോ? കുറെ ആൾക്കാരുണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. അവിടെ നമുക്ക് കയറാൻ പോലും പറ്റില്ല. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ബാരിക്കേഡൊക്കെ ഭയങ്കര ഡീക്കണത്തെ കണ്ടില്ലേ? ഇതൊന്നും ഉണ്ടാവാതെ നോക്കണം. ദയവ് ചെയ്ത് നിങ്ങളെ തന്നെ നോക്കണേ പ്ലീസ്. ഇത് ഞാൻ വരുന്ന വഴിക്ക് തന്നെ 2-3 ആൾക്കാർക്ക് പരിക്ക് പറ്റി.
കണ്ടില്ലേ, യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ല എന്ന് വേടൻ അവിടെ ഉറച്ചു പറയുമ്പോഴും ആ വേടന് തന്നെ അറിയാം വേടന്റെ പരിപാടി വിളിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു സുരക്ഷാ സംവിധാനങ്ങളും വേടന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടില്ല. ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തെറിഞ്ഞാൽ വേടന്റെ ജീവന് വരെ ആപത്തുണ്ടാവാവുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇത്രയും ആൾക്കൂട്ടത്തിൽ ആരാണ് എറിഞ്ഞത് അല്ലെങ്കിൽ ആരാണ് ചെയ്തതെന്ന് പോലും അറിയില്ല. കാരണം ഇതൊരു അടച്ചിട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ CCTV എന്ന് പറയുന്നൊരു സാധനം അവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ തളർത്താനും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒതുക്കി തീർക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടം ദുഷ്ടശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും മനസ്സിലാവും അതെന്താണെന്നുള്ളത്. അതെന്തായാലും ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഇരട്ടത്താപ്പ് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ പൂർണ്ണ ഉദാഹരണമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി പരിപാടി ചെയ്യാനായിട്ട് മുന്നിലേക്ക് വന്നപ്പോഴും അനുഭവിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അതിനുശേഷം വന്നൊരു ന്യൂസാണ് വേടന്റെ പരിപാടിയിൽ വൻ തിരക്ക്, തിക്കിലും തിരക്കിലും 15 പേർക്കോളം പരിക്ക്. ആ ഒരു വാർത്ത കൂടി ഞാനത് പ്ലേ ചെയ്യാം. പാലക്കാട് റാപ്പർ വേടന്റെ പരിപാടിയിലുണ്ടായ തിക്കിലും തിരക്കിലും 15 പേർക്ക് പരിക്കേറ്റു. തിരക്ക് നിയന്ത്രിക്കാനായി പോലീസ് ലാത്തി വീശി. പരിപാടിയുടെ സംഘാടകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. 3 പാട്ടും മാത്രം പാടി വേടൻ പരിപാടി അവസാനിപ്പിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ദൃശ്യങ്ങൾ. കണ്ടില്ല, നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് വേടന്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് കൂടിയ ജനസാഗരം എന്ന് പറയുന്നത്. നമ്മൾ അതിനു മുൻപ് കണ്ട വീഡിയോയിൽ ആ പരിപാടി കാണാൻ വന്ന ആളുകളെ പോലീസ് അടിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന 4-5 പേർക്ക് അടി കിട്ടും എന്നുള്ളത് കൊണ്ട് ബാക്കി ഇരിക്കുന്ന 10,000 പേര് മാറുമെന്നാണോ മണ്ടന്മാരെ നീയൊക്കെ വിചാരിക്കുന്നത്? ഇതൊക്കെ പോലീസുകാരുടെ പ്രഹസനമാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പരിപാടി നടക്കുമ്പോൾ അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും പ്രകോപനകരമായിട്ട് ഉണ്ടാക്കുമ്പോൾ അവിടെ നിൽക്കുന്ന കാണികളും എന്തെങ്കിലും തിരിച്ചു പറയും. പിന്നീട് അതൊരു വലിയ വിഷയമാവും. അതിനു വേണ്ടിയിട്ട് പോലീസുകാർ കരുതിക്കൂട്ടി ചെയ്യുന്നൊരു പരിപാടിയാണെന്ന് നമുക്ക് ചിന്തിക്കാം. പിന്നെ വിവരമില്ലാത്തവന്മാർ ചെയ്യുന്നതിനെതിരെയും പോലീസുകാർ പ്രവർത്തിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അത് നമ്മൾ വേണ്ടത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. പക്ഷേ ഇത് കരുതിക്കൂട്ടി വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞാൽ നമുക്കതിന് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതിനുശേഷം BJP ഒരു പ്രസ്താവനയുമായിട്ട് വന്നു. അതെന്താണെന്ന് വെച്ചാൽ, അതായത് കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ കഞ്ചാവിൻ്റെ തന്നെ അല്ലെങ്കിൽ ലഹരി വിമുക്ത പരിപാടിയിൽ പങ്കെടുപ്പിച്ച് പരിപാടി കൊടുത്ത സർക്കാരാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാരെന്ന് BJPയുടെ തന്തയില്ലായ്മ വീണ്ടും വീണ്ടും അവന്മാർ കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് നമ്മുടെ VD സതീശൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല അടിപൊളി വാക്കുകളുണ്ട്. അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതെ, വേടന്റെ കേസ് ലഹരി മരുന്ന് കേസിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അത് കുറ്റസമ്മതം നടത്തി. നിങ്ങൾ ആരും ഇനി എന്റെ പോലെ ആകരുത് എന്ന് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന ഒരാളെ ശരിക്കത് റോൾ മോഡലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ആളാണ്. ഇതിന്റെ അപകടം മനസ്സിലാക്കി, തെറ്റ് മനസ്സിലാക്കി ഞാൻ ഇതിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളാണ്. അയാളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കണ്ടില്ലേ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരും വലതുപക്ഷ സർക്കാരും അല്ലെങ്കിൽ BJPയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളും വഴക്കുകളും. പക്ഷേ ഇവിടെ ആ സർക്കാർ പോലും അല്ലെങ്കിൽ ആ സർക്കാരിനൊപ്പം നിൽക്കുകയാണ് വലതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്. അവരുടെ നിലപാടും വ്യക്തമാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തി തെറ്റ് മനസ്സിലാക്കി തിരികെ വരുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ വീണ്ടും കരിവാരിത്തേക്കാനായിട്ട് എന്തിനാണ് ശ്രമിക്കുന്നത്? RSSന് നല്ല രീതിയിൽ കൊള്ളേണ്ടടുത്ത് കൊണ്ടതിൻ്റെ ഫലമായിട്ടാണ് വേടൻ എന്ന് പറയുന്ന ആ പാവം പിടിച്ചവനെതിരെ ഇവന്മാരി പറയുന്ന തന്തയില്ലായ്മയ്ക്ക് വേണ്ടിയിട്ട് ആഹ്വാനങ്ങൾ ചെയ്യുന്നത്. വേടനെതിരെ NR മധു എന്ന് പറയുന്ന ഒരു തന്തയില്ലാത്തവൻ വന്നു. പ്രായമുള്ളവനാണ്, എന്നാലും ഞാൻ അത് തന്നെ പറയും. അവൻ വന്നിട്ട് അവന് പണി കിട്ടി അവനിപ്പോൾ തിരിച്ച് വീട്ടിൽ കയറും. മധു എന്ന് പറഞ്ഞാൽ തേനാണ്. ആ തേൻ നുകർത്താൻ വന്നതാണ്. പക്ഷെ മൂഞ്ചി തേനല്ലാതെ വെള്ളമായിപ്പോയി. എന്തുകൊണ്ട്? കേരളത്തിലെ ജനങ്ങളുടെ ഒരു വികാരം കൊണ്ടും കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന വേടന് കൊടുക്കുന്ന സ്വീകാര്യത കൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ തന്തയില്ലായ്മയ്ക്ക് വില പോവില്ല എന്നുള്ളത് മനസ്സിലായത് കൊണ്ടും അങ്ങ് പോയി. നിന്റെയൊക്കെ ഗുജറാത്തിലും അവിടെ ഇവിടെയൊക്കെ നടക്കുമായിരിക്കും. കേരളത്തിൽ ഈ പരിപാടി കൊണ്ടൊന്നും വരലടാ RSS തീവ്രവാദികളെ. ഇവിടെ ഒറ്റ തന്തയ്ക്ക് പിറന്ന നിലപാടുള്ള സർക്കാരുണ്ടാ. അതേപോലെ തന്നെ ഞങ്ങളുടെ ജനങ്ങളും ഒറ്റ തന്തയ്ക്ക് പിറന്നാണ്. നിന്നെയൊക്കെ പോലെ പല തന്തയ്ക്ക് പിറന്ന സ്വഭാവം അവന്മാർ കാണിക്കാറില്ല.
അതുകൊണ്ട് തന്നെ നിന്റെ ഈ വർഗീയതയുണ്ടല്ലോ, നിന്റെയൊക്കെ മനസ്സിലുള്ള വർഗീയ വിഷം ഉണ്ടല്ലോ, അത് ഇവിടെ തുപ്പാൻ നോക്കരുത്. അത് ഇവിടെ തുപ്പിയ നടക്കില്ല. അത് വേണമെങ്കിൽ നിന്റെയൊക്കെ UP കൊണ്ട് തുപ്പ്, ഇവിടെ കൊണ്ടുവരില്ല മക്കളെ. അത് ഇവിടെ വില പോവില്ല, അത് നടക്കില്ല എന്നുള്ളതിന്റെ ഒരു പൂർണ്ണ ഉദാഹരണമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടത്. ആർക്കാണ് ഈ കുരുപൊട്ടൽ കൂടുതൽ എന്നുള്ളത് പല കാര്യങ്ങൾ കൊണ്ട് നമുക്കറിയാം. RSS ഇത്ര കുരുപൊട്ടാനുള്ള പ്രധാന കാരണം EDയുടെ കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് ഈ പറഞ്ഞ പുലിപ്പല്ലിന്റെ വിഷയം കൊണ്ട് RSS വന്നത്. അതിനുശേഷം വേടൻ പരിപാടി ചെയ്തപ്പോൾ, വീണ്ടും അമ്പലങ്ങളിൽ പരിപാടി ചെയ്തപ്പോൾ ക്ഷേത്രത്തിലിട്ടൊരു പെൺകുട്ടിയെ അതിമൃഗീയമായി ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് RSS. RSSലുള്ളവന്മാർ തന്നെയാണ് ആ പീഡനം നടത്തിയതും. അതിനെപ്പറ്റി യാതൊരു വാക്കും കമാന്നൊരു അക്ഷരം മിണ്ടാതെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം കുറ്റം പറയാനായിട്ട് വന്നിരിക്കുകയാണ്. നിനക്കൊക്കെ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇതിൽ വന്ന് കമന്റ് ഇടുന്ന കുറേവന്മാരുണ്ട്, കമന്റോളികളുണ്ട്. നീയൊക്കെ ആദ്യം ഇവന്മാർ ചെയ്ത ഈ പ്രവൃത്തിയെ പറ്റി ഒരു വാക്ക് പറയണം, എന്നിട്ട് നീയൊക്കെ ബാക്കി എന്നെ വിമർശിക്കാൻ വാ. അല്ലാണ്ട് വെറുതെ ചുമ്മാ കയറി കാര്യങ്ങൾ പറയാൻ വരില്ല മക്കളെ. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യം കാണുമ്പോൾ അതിനെ കണ്ണടച്ചുകൊണ്ട് അത് കള്ളമാക്കാനോ അല്ലെങ്കിൽ അതിന് മറയാക്കാനോ ശ്രമിക്കരുത്. നിങ്ങൾ കണ്ണടയ്ക്കുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ അത് ഇരുട്ടാവുന്നുള്ളൂ, ബാക്കിയുള്ള ജനങ്ങളെല്ലാം വെളിച്ചത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നിന്റേക്ക് ഈ പരിപാടി ഇവിടെ കൊണ്ട് നിർത്തുന്നതാണ് നിനക്കൊക്കെ നല്ലത്. അല്ലെങ്കിൽ ഒരിടത്ത് പോലും സീറ്റ് കിട്ടാത്ത രീതിയിൽ നീയൊക്കെ അധപ്പതിച്ചു പോകും. വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നവന്മാർക്കുള്ളൊരു താക്കീത് വേടൻ തന്നെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അധിക കാലം നിന്റെ ഒന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ വില പോവില്ല. അതൊക്കെ മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി എന്നാ.